we've made huge things to happen together, and this is just one bit of it, and we will make it happen. ഒരു വളരെ കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിസി ആയിട്ട് വരും. and I come back, I go to sleep, I wake up at around 8 to 9 ആകുമ്പോഴത്തേക്ക് ഞാൻ ഉറക്കം എണീക്കും, ചുമ്മാ ഇരിക്കും. പിന്നെ ഒരു 10-11 മണി 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കിടന്ന് ഉറങ്ങും, എണീക്കും, കഴിക്കും, ഉറങ്ങും, എണീക്കും, കഴിക്കും. ഇതല്ലാതെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു റൊട്ടീൻ ഇല്ലാതായിക്കൊണ്ടിരിക്കും. Afternoon and evening, it's actually short at midnight, guys. So a very good night to all the people who are watching this at night, and a very good morning to the people who are watching this at morning, and a very good afternoon to the people who are watching this at afternoon. So any time of the day that you're watching this video, a very good warm wish to you people. So as you can see, I'm not well dressed, I'm not well done in my makeup or anything. I'm gonna show you some things related to that. Desk has been like this lately. Instead of my laps and my working stations and my working desk and my everything, tablets, cottons and everything has been the main thing on my desk. Pain meds and pain things and all. So we are coming back to what we are about to talk. I know more introduction just to chill you up. So we are about to talk about a very much to be spoken about chapter today. അപ്പം എല്ലാവരും സംസാരിക്കാതെ വെച്ച് പോകുന്ന എന്നാൽ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഫൈബ്രോമയാൽജിയ അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് 75% ഓഫ് ദ ഹോൾ കമ്മ്യൂണിറ്റി, മോസ്റ്റ്ലി ലേഡീസ് സഫർ ചെയ്യുന്ന ഒരു അസുഖം എന്നല്ല അതിനെ പറയേണ്ടത്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ. Some call it a disability itself, but then it's not a disability anything, but then I seem to call it a condition. ആ ഒരു കണ്ടീഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. Let me just put away this making content out of this. No, I'm just sharing my experience, what I've been going through over these past 6 years, from 2020, from starting from my 12th board exam time till this date, and till today when I've taken my medicines now, and where I have to go off to sleep right now, and in between that I'm taking my video because I have to share it with you guys, because you guys are my family, and many of you are unaware of this, and you should know this is the most underrated disaster of the century. So you should know. Wait. So guys, we are here to talk about fibromyalgia. എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കസിൻസൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു, നിനക്കെന്താടി ഇങ്ങനെ വെറൈറ്റി പേരുള്ള അസുഖങ്ങളൊക്കെയാണല്ലോ, ഫൈബ്രോമയാൽജിയ ഇങ്ങനെ. നമുക്കൊക്കെ ആണെങ്കിൽ യൂറിയ, ബ്ലഡ് പ്രഷർ, ഷുഗർ, ഇങ്ങനെ യൂറിക് ആസിഡ്, ഇങ്ങനെ പുറത്ത് പറയാൻ കൊള്ളാത്ത സാധനങ്ങളൊക്കെ. നിനക്കൊക്കെ ആകുമ്പോൾ വെറൈറ്റി പേരുകളൊക്കെയാണ് നിങ്ങൾക്കും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയതാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മൈഗ്രെയിനും കൂടെ വന്ന് കയറിയപ്പോൾ I could really understand that it was genetically inherited to me, because എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മാമ്മയ്ക്ക്, ഇവർക്ക് രണ്ടുപേർക്ക് ഫൈബ്രോമയാൽജിയ ഉണ്ടായിരുന്നു. അമ്മാമ്മയുടെ ഫൈബ്രോമയാൽജിയ വാസ് അൺഡിറ്റക്റ്റഡ് മേ ബി ബിക്കോസ് വയസ്സായി, ദേഹം മൊത്തം പെയിൻ വിത്തൗട്ട് റീസൺസ്. ദേ മൈറ്റ് നോട്ട് ഹാവ് മെഡിക്കലി അസസ്ഡ് ഇറ്റ്. പക്ഷെ അമ്മയുടെ മെഡിക്കലി അസസ്ഡ് ആയിരുന്നു. ആൻഡ് എൻ്റെ അമ്മയുടെ സിസ്റ്ററിന് മൈഗ്രെയിൻ ഉണ്ട്, അമ്മയുടെ സിസ്റ്ററിന് മോൾക്ക് മൈഗ്രെയിൻ ഉണ്ട്.
ഈ 2 സാധനങ്ങളും ഉണ്ട്. ഇവർ രണ്ടുപേരും മറ്റേ തോർത്ത് വലിച്ച് കെട്ടി നടക്കുന്നു, ഇങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചേച്ചി ഈസ് അലർജിക് ടു സംതിങ്, എൻ്റെ ഇയർഫോൺസ് വെക്കാൻ പറ്റില്ല, ലൗഡ് സൗണ്ട്സിന് പ്രശ്നമുണ്ട്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന സാധനം എനിക്കിത് റിലേറ്റഡ് ആയിട്ട് കിട്ടി. ആൻഡ് ഐ ഹാവ് ദിസ് ബോത്ത് ടുഗെദർ റൈറ്റ് നൗ ആൻഡ് ഐ എം സ്ട്രഗ്ലിങ്. ആൻഡ് ദ സ്ട്രഗിൾ ഇസ് റിയൽ ഗൈസ്. It's not easy. And I am here to talk about the fibromyalgia that I had not from now, but from when I was in my 12th standard. Mine started when I was writing my exams, writing my final exams from my 12th. It was then that my fibromyalgia got detected, and it was then that I started using my first medications for fibromyalgia. And that too was steroids. That too was painkillers as well as opioids. Opioids and steroids are the only ways that you can get out of this pain initially, because initially നമുക്ക് ഒരു ബ്ലിസ്സിലേക്ക് പോകാനുള്ള ഒരു എന്താണ് യോഗ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേം ഓഫ് എക്സസൈസസ് അല്ലെങ്കിൽ ഒരു റെഗുലർ എക്സസൈസ് പാറ്റേണിലോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. ഒരു പൊട്ടൻഷ്യൽ റിസ്കിലേക്ക് പോവാതെ പെട്ടെന്നൊരു പിടിച്ചു നിർത്തലൊരു പെയിൻ എന്ന് പറയുന്നത് ഇസ് ഓൺലി ത്രൂ പെയിൻ കില്ലേഴ്സ്. ആ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത്, ഇതിനെ പിടിച്ചു നിർത്താനുള്ള പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത് ഓപ്പിയോയിഡ്സ് ആണ്. ആൻഡ് ഇറ്റ്സ് യു ഷുഡ് നീഡ് എ പ്രിസ്ക്രൈബ്ഡ് തിങ് ആൻഡ് ഓൾ ഫോർ ദിസ്. ആൻഡ് എൻ്റെ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഴുതാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ 12th സമയത്ത്. അപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം വാസ് സോ പെയിൻഫുൾ ആൻഡ് വാസ് സോ സോർ. എനിക്ക് ഈ 2 ഭാഗത്ത് ഇങ്ങനെയല്ല ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബമ്പ് പോലെയാണ് ഇരിക്കുക. ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനൊരു ബമ്പ് പോലെ 2 സൈഡിലും ഇരിക്കുമായിരുന്നു. ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് ഡ്യൂ ടു യൂസിങ് മൈ ബാഗ്സ്, ആൻഡ് മെനി ഓഫ് us ഹാഡ് ഇറ്റ്. ബിക്കോസ് ബാഗ് ഇട്ടിട്ടൊരു നമ്മുടെ ബയോമാത്സ് ബാച്ച് ഹാഡ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് മാത്സ്. ഈ 4 സബ്ജക്ട്സും ഇത്ര ടെക്സ്റ്റുകളാണ്. ഇത്ര വലിയതും ഇത്ര വീതിയുള്ള ടെക്സ്റ്റുകളാണ്. ദറ്റ് ഓൾ ഹാഡ് ഭയങ്കര ഒരു 3 കിലോ വെയിറ്റ് എന്തായാലും ഒരു ബുക്കിനുണ്ടാവും. ഈ 4 ബുക്കും നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുവരാൻ വേണം. ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ ആളുടെ കിളി പോയിട്ടുണ്ടാവും. അങ്ങനെ വെയിറ്റ് ഇട്ടിട്ടാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഹമ്പ് വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഹമ്പ് വന്ന് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ തന്നെ ഇങ്ങനെ കുനിഞ്ഞിട്ടാണ്. ആൻഡ് ഇരുന്ന് ഹാളിൽ ഇരുന്ന് എഴുതുമ്പോഴാണെന്നുണ്ടെങ്കിലും ലെക്ചർ നോട്ട്സ് എടുക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇരുന്ന് കുനിഞ്ഞാണ് എഴുതുന്നത്. ഇപ്പോൾ ലെക്ചർ നോട്ട്സ് എഴുതാത്ത ഒരാളാണ്, ഇപ്പോൾ എന്നെപ്പോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ ലെക്ചർ നോട്ട്സ് ഒന്നും കൂടുതൽ എഴുതിയിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഐ ഹവ് ഓൾസോ റിട്ടൺ നോട്ട്സ്, ഐ ഹവ് ഓൾസോ റിട്ടൺ അസൈൻമെൻറ്റ്സ്. ഇപ്പോൾ എക്സാമിൻ്റെ സീസണോട് അടുത്താണല്ലോ എനിക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠിച്ചു പോകുന്ന നേരങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പേടിയും ടെൻഷനും സ്ട്രെസ്സും ഇതെല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. ട്യൂഷനിൽ എക്സാംസ് വരുന്നുണ്ട്, സ്കൂളിൽ എക്സാംസ് വരുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു 3-4 months ബിഫോർ ആണെന്ന് തോന്നുന്നു അമ്മയ്ക്ക് സിമിലർ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു ബാക്ക് പെയിൻ സിറ്റുവേഷൻ വന്നിട്ട് അമ്മ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുന്നു. അമ്മയ്ക്ക് തീരെ വയ്യാതെ ആവുന്നു, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ. അമ്മ ഒരു സ്റ്റെപ്പിൽ കയറിയതാണ്. ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സാധനം എടുത്ത് വെച്ചിട്ട്, ഒരു സ്റ്റൂൾ എടുത്ത് വെച്ച് മോളിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ നോക്കിയതാണ്. ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അമ്മ സ്റ്റക്കായിപ്പോയി. പിന്നെ ഞാൻ ജിഷ്ണു ചേട്ടനെ വിളിച്ച് വരുത്തി. ജിഷ്ണു ചേട്ടൻ അമ്മ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു സംഭവിച്ചത്. ആൻഡ് അന്ന് MRI എടുത്തു, ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തു. പക്ഷെ ഫൈനലി ദേ എൻഡഡ് അപ്പ് ഇൻ ദിസ് finalization that it was fibromyalgia, because she had taken even a whole body bone scan and it did not say that her bones had any problem. They were all normal, but then she had pain all over her body. And finally a doctor came to a conclusion that the pain that she had was due to fibromyalgia. That was stress induced pain. So I had this in front of me. So അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എന്താ പറയുന്ന പെയിൻ്റെ ഒരു സ്റ്റൈലും ഈ സംഭവം വെച്ചിട്ടും, പിന്നെ ഈ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും, പിന്നെ ഈ സ്ട്രെസ് സൈക്കിൾ ഇൻ ദ ഹൗസ് ഇസ് ഓൾവേസ് റണ്ണിങ് ദ സെയിം, ഈ ഒരു കാര്യം വെച്ചിട്ടും, ആൻഡ് ഓൾസോ ആൻ ഇൻസിഡൻറ്റ് ഹാഡ് ഹാപ്പൻ റീസെൻ്റ്ലി, അത് വെച്ചിട്ടും ഈ കാര്യങ്ങളെല്ലാം
putting all these designs together, putting all the stress designs together, the doctor we went to see, could easily analyze that mine was also fibromyalgia. And first 7 days I tried physiotherapy മാത്രം ട്രൈ ചെയ്തു, and it failed. ഫിസിയോ മാത്രം ട്രൈ ചെയ്തിട്ട് ബിനു ജെയിംസ് അങ്കിൾ പറഞ്ഞു, ആൻഡ് ഫ്രം ദ ഫസ്റ്റ് ഇറ്റ് സെൽഫ് ലെറ്റ് മീ സേ, ഒരു 6-7 ദിവസം മെഡിക്കൽ കോളേജിൻ്റെ ഡീലക്സ് വാർഡിൽ കിടന്നിട്ട് എഴുന്നേക്കാനേ പറ്റുന്നില്ല, എഴുന്നേക്കില്ല, ഇനി എഴുന്നേക്കേ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അമ്മേനെ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്ന ന്യൂറോ സർജറിൻ്റെ ഫിസിയോതെറാപ്പി ഹെഡ് ബിനു ജെയിംസ് അങ്കിൾ വന്നു, അങ്ങോട്ട് കയറി. ഒരു ഭയങ്കര ശരീരമുള്ളൊരു മനുഷ്യനാണ് കേട്ടോ പുള്ളിക്കാരൻ. വന്നു ആൻഡ് അമ്മേനെ ഇങ്ങനെ ഒടിച്ച് മടക്കിയെടുക്കുന്നത് ഞാൻ കണ്ടില്ല, പേടിച്ചിങ്ങനെ തിരിഞ്ഞ് നോക്കിക്കായിരുന്നു. അങ്ങനെ കണ്ടു. ആൻഡ് പുള്ളി തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ കൂടെ നടന്ന് പുറകെ ഇറങ്ങി വരുന്നതാണ് ഞാൻ പിന്നെ കാണുന്നൊരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഐ വാസ് ലൈക്ക്, okay, I can put 100% trust in this person because he is trustable. He just showed his trust. ആ ഒരു സംഭവം കൂടെ is there. So as my pain started itself, I started telling mom, അമ്മ ജെയിംസ് അങ്കിളിനെ വിളിക്കുക, എനിക്ക് നല്ല പെയിൻ ഉണ്ട്. One day she told, okay വിളിക്കാം. രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു വിളിക്കാം, അമ്മ പറഞ്ഞു വിളിക്കാം. Third day I told her, she told വിളിക്കാം. Fourth day again I am telling her വിളിക്കാം. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ പെയിൻ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. അതാണ് ഞാൻ ഇങ്ങനെ പുറകെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിളിക്കാമെന്ന്. അവസാനം അമ്മ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി അങ്കിളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 days പുള്ളി നോക്കിയിട്ട് പുള്ളിയുടെ കയ്യിൽ നിൽക്കുന്നില്ല പറഞ്ഞു. He stretched me. He did all the kinds of stretching that would release the spasm, but then the spasm was so tight that it wouldn't release on its own, other than some kind of a medication went in to maybe ആ ന്യൂറോട്രാൻസ്മിറ്റേഴ്സിനെ ഒന്ന് അനക്കാൻ, അതിൻ്റെ റൂട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വിടാൻ ഒരു ഹെൽപ്പ് വേണമായിരുന്നിരിക്കണം. ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സം മെഡിക്കേഷൻസ് വർ നീഡഡ്. ആൻഡ് അത് ശർമ്മദങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു. ഫിസിയോ 7 days ചെയ്തു, നടന്നില്ല. He asked me to take some rest without physio for 3 days, and he gave me medicine for a week or something, and then continue physio. ഇത് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ I don't think I properly took the medicine that time because I was not aware of what kind of what the effect of the medicine would be on my body if I took it in total and if I don't take it കംപ്ലീറ്റ്ലി. ഓക്കെ, നമുക്കിപ്പോൾ ഒരു മരുന്നൊരു ഡോസേജ് തരുമ്പോഴത്തേക്ക് നമുക്ക് 3-4 ദിവസം കഴിച്ചത് ഓക്കെ ആയി, എന്നിട്ട് പിന്നെ നമുക്കത് നിർത്താം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷേ ഡോക്ടേഴ്സ് നമുക്കത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവാനാണ്. ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് 1 മാസത്തേക്ക് കഴിക്കാൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം അത് കഴിച്ചു കഴിഞ്ഞാലേ അത് നമ്മുടെ ബ്ലഡിൽ കറക്റ്റായിട്ട് ചേരുള്ളൂ. അത് കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡിൽ അത് ആ ഒരു 1 month ടൈമിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ, കറക്റ്റ് 1 month ടൈമിൽ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബ്ലഡും അതുമായിട്ട് കൊയാഗുലേറ്റ് ആയിട്ട് ആ ആവശ്യം എന്താണോ അത് കറക്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് തരുന്നത്. ആ ഒരു ബോധവും ബുദ്ധിയൊക്കെ എനിക്കിപ്പോഴാണ് വെച്ചത്. അന്ന് അതില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ഫുള്ള് കംപ്ലീറ്റ് കഴിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞ് പല സമയത്തും ഈ ഒരു ട്രിഗറും കാര്യങ്ങളും ഒക്കെ വന്നു. 1, 2, 3, 4 ട്രിഗേഴ്സ് ഈ കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്തൊക്കെ ഫൈബ്രോമയാൽജിയ മാത്രമായിരുന്നു എനിക്ക് ട്രിഗറായി വന്നുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ടൈം വാസ് ലൈക്ക് എനിക്ക് നടുവിന് ഒരു പ്രശ്നവും കൂടെ വന്നു. ഇറ്റ് വാസ് എ ഡിസ്ക് ടെയർ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. വി ഹാഡ് 2 travels, very swift travels from Trivandrum to Kochi to Trivandrum, and then straight from Trivandrum to Palakkad. ആൻഡ് പാലക്കാട് അവിടെ ബിബിയുടെ ഗ്രാൻഡ് മദർ മരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഉറക്കമില്ല, ഒന്നുമില്ല, ഫുൾ ഓട്ടം പരിപാടി, ഫുൾ എവറിത്തിങ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ഓൾ, എവറിത്തിങ് വാസ് ഡൺ ബൈ അസ്. സോ അത് കഴിഞ്ഞ് തിരിച്ചുള്ള വരവും, ഓൾ ഓഫ് ദീസ് ടുഗെദർ. ആ സമയത്ത് എനിക്കൊരു ബാക്ക് പെയിൻ വന്നു. അത് ഞാൻ വെച്ചുകൊണ്ടിരുന്നു. ഒരു മാസം ഞാൻ വെച്ചുകൊണ്ടിരുന്നു. എനിക്ക് നടക്കാൻ വയ്യ എന്നുള്ളത്. അത് വന്നിട്ട് ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് 1 month ആവാറായപ്പോൾ നടു പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ഇങ്ങനെ കുനിയോ എന്തോ ചെയ്തു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. ഞാൻ വിളിച്ചു അവനെ, ബിബി
ഓടി വാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. എനിക്ക് നിൽക്കാനേ പറ്റണില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലത്തെ അവസ്ഥയായി. ആൻഡ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് പോയി. അതായിരുന്നു എനിക്ക് ഫൈബ്രോമയാൽജിയ ജേർണിയിലുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ സമയത്തുള്ള കോസുകളായിരുന്നു, ലൈക്ക് ട്രിഗേഴ്സ് ആയിരുന്നു. ബാക്കി കുഞ്ഞു കുഞ്ഞു ട്രിഗേഴ്സൊക്കെ എനിക്ക് എന്നെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിക്കൊണ്ട് വന്നു. ബിക്കോസ് ഫിസിയോതെറാപ്പിക്ക് ഒരു പ്രോപ്പർ ഫിസിയോതെറാപ്പിക്ക് നിങ്ങളൊരു 2-3 വട്ടം പോവുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് അഡാപ്റ്റഡ് ആൻഡ് യു വിൽ നോ വാട്ട് ടു ഡു ടു യുവർ ബോഡി, വെൻ ടു കൺട്രോൾ യുവർ ബോഡി. ഇപ്പോൾ ഇവിടെ ചെറിയൊരു സ്പാസം ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു റിലീസ് ഇറ്റ് സ്ലോലി ഒരു ചെറിയൊരു ഇപ്പോൾ മേ ബി യുൽ നീഡ് എ ചെറിയൊരു ഓയിൻമെൻറ്റ് ഓർ സംതിങ്, യുൽ നീഡ് എ മോയ്സ്ചറൈസർ ഓർ സംതിങ്. വെൻ യു ടച്ച് യുവർ ഓൺ സ്കിൻ യു ക്യാൻ ജസ്റ്റ് റൈഡ് ഇറ്റ് ഔട്ട്, ജസ്റ്റ് അതങ്ങ് താഴോട്ടങ്ങ് തുടച്ച് കളയുക. ആ ഒരു മോഷനിൽ അതിനെ ട്രീറ്റ് ചെയ്ത് വിടാനായിട്ട് യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. യുൽ ഫൈൻഡ് ഡിഫറെൻറ്റ് പെർക്സ്. യുൽ stretch yourself. Automatically you'll start stretching yourself because you don't want to go into that pain again and again and again. You don't want to go into that pain. To do that you surely will find your own ways. That is, you'll adapt. Fibromyalgia will never go away from your life. You will adapt to live with fibromyalgia. മാക്സിമം അതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചേക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിനും ഫൈബ്രോമയാൽജിയയും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ഫുൾ കിളി പറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ കണ്ടൻസോ കാര്യങ്ങളോ ഒന്നും കാണാത്തത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതിയും നോർമലി ഞാൻ സംസാരിക്കുന്ന രീതിയും തമ്മിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം ചിലപ്പോൾ ചിലർക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം ഞാൻ എടുക്കുന്ന ടാബ്ലറ്റ്സ്, ഞാൻ കഴിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം എൻ്റെ ഈ ഒരു സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലുള്ള ലൈക്ക് ചേഞ്ചസ് ലൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഈ സ്ട്രാറ്റജിക് എബിലിറ്റി ഇപ്പോൾ ഈ സ്വിഫ്റ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതിനെ എനിക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു 2 minutes അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2.5 seconds ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ട് എനിക്ക് അടുത്ത സാധനം ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നോർമലി നമ്മളിങ്ങനെ ഓക്കെ അടുത്തത് വന്നിങ്ങനെ നിൽക്കും, സംസാരിച്ചുകൊണ്ടിരുന്നതിൽ ഒരു ചെറിയ ഗ്യാപ്പ് എനിക്ക് വന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദ മെഡിക്കേഷൻസ് ഐ ആം ടേക്കിംഗ് റൈറ്റ് നൗ. ദാറ്റ് വിൽ ബി ഓവർ ഇൻ എ മന്ത് ഐ ഗെസ്. അപ്പോൾ ഇപ്പം എന്താ എല്ലാവർക്കും ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെവിയിൽ നിന്ന് ചെറിയൊരു ഫ്ലൂയിഡ് വരുന്നുണ്ടായിരുന്നു. അത് CSF ലീക്കേജ് ആണോ എന്നുള്ളൊരു സംശയം പറയുന്നു. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് അവെയർ, ലൈക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. നമ്മൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ കണ്ടു, ഓഡിയോഗ്രാം ചെയ്തു, ആൻഡ് ദെൻ MRI വാസ് ഇൻ എ സജഷൻ. ബട്ട് ദെൻ ആഫ്റ്റർ 14 days മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. ആൻഡ് മെഡിസിൻ ഇറ്റ്സ് ദെയർ ഫോർ 1 month ആക്ച്വലി. 14 days കഴിഞ്ഞ് ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു. ഹൗസ് ദ കണ്ടീഷൻ, തലവേദന എങ്ങനെയുണ്ട്, ഈ ഹെഡ് പെയിൻ, ബാക്കിലോട്ടുള്ള പെയിൻ എങ്ങനെയുണ്ട്, ഇത് രണ്ടും ഒന്ന് അസസ് ചെയ്തതിന് ശേഷം ചെവിയിലെ ഈ സെക്രീഷനും അസസ് ചെയ്തതിന് ശേഷം ദേ വിൽ ഗോ ഇൻ ടു എ സൊല്യൂഷൻ ഫോർ ദിസ് എന്ന് പറഞ്ഞു. സോ this was all my experience. So what I wanted to tell you is this experience sharing is itself makes the video a content because എന്താണ് എല്ലാവർക്കും സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഫൈബ്രോമയാൽജിയ ഉണ്ടാവുന്നു, ഞാൻ കുറേ മടിച്ചാവുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഐ എം നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്, ഐ എം ജസ്റ്റ് ഗോയിങ് ഡൗൺ, these are all part of something happening inside your little brain, and it is also trying to tell you something. And if this video reaches you, understand that it is just not you, and it is just not you who is struggling to come out of this spider web. We are all there with you, and we will make this happen. We've made the tables turn. We've achieved more things together. We've achieved like umpteen things together. We've made huge things to happen together, and this is just one bit of it, and we will make it happen together. So just be brave, be happy, be graceful, and do your daily little things. If one thing more you can do daily, that's your best. മടി പിടിച്ച് ഒന്നും ചെയ്യാൻ വയ്യാത്ത
പെയിനായിട്ട്, ഭയങ്കര പെയിനായിട്ട്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ദെൻ ഐ ഗെറ്റ് സ്ട്രെയിറ്റ് ബാക്ക് ടു ബെഡ് ആൻഡ് ഐ സ്ലീപ്പ് ടിൽ നൂണല്ല, ഞാനൊരു 3 മണി 4 മണി വരെയൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഐ വേക്ക് അപ്പ്, ഐ ഈറ്റ് സംതിങ് ആൻഡ് അഗെയിൻ ഐ മൈറ്റ് ഗോ ടു സ്ലീപ്പ്, ഓർ എൽസ് ഐ ജസ്റ്റ് ഗോ ഔട്ട്സൈഡ്, പുറത്ത് പോകും, വളരെ കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിസി ആയിട്ട് വരും. ആൻഡ് ഐ കം ബാക്ക്, ഐ ഗോ ടു സ്ലീപ്പ്, ഐ വേക്ക് അപ്പ് അറ്റ് അറൗണ്ട് 8 to 9 ആകുമ്പോഴത്തേക്ക് ഞാൻ ഉറക്കം എണീക്കും, ചുമ്മാ ഇരിക്കും. പിന്നൊരു 10-11 മണി 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കിടന്ന് ഉറങ്ങും, എണീക്കും, കഴിക്കും, ഉറങ്ങും, എണീക്കും, കഴിക്കും. ഇതല്ലാതെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു റൊട്ടീൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഫീൽ സോ ബാഡ് അബൌട്ട് മൈസെൽഫ് ആൻഡ് ഐ എം ടെല്ലിങ് യു ഗൈസ് ദിസ്. ഐ എം ഷെയറിങ് ഇറ്റ് വിത്ത് യു so that you guys also understand, please. Yeah, it's not just you that is having this problem. ഇതിനെ ശരിയാക്കാൻ നിങ്ങളിപ്പോൾ യോഗ ചെയ്തെന്ന് പറഞ്ഞിട്ടോ, ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് ഈ പറയുന്ന നാച്ചുറൽ സപ്ലിമെൻറ്റ്സും ഈ സംഭവങ്ങളും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഒന്നും ചിലപ്പോൾ അതിന് യൂസ് ഉണ്ടാവണമെന്നില്ല. ഗോ സീ എ ഡോക്ടർ. മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള ഫെസിലിറ്റീസ് ആക്ച്വലി ഉണ്ട്. ഗോ സീ എ ഡോക്ടർ, ഗോ ടെൽ ദം യുവർ കണ്ടീഷൻസ്, പെയിൻ കണ്ടീഷൻസ് പറയുക, ഇങ്ങനെയാണ് കണ്ടീഷൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല, പെട്ടെന്ന് തള്ളി വിടുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, ഡോക്ടർ മാം ഐ തിങ്ക് ദിസ് ഈസ് മൈ കണ്ടീഷൻ, ഇന്നതാണ് എൻ്റെ കണ്ടീഷൻ എന്ന് തോന്നുന്നു, these are my findings on whatever things that I feel in my body. ഇങ്ങനെ പറയുക. ഐ ഡോണ്ട് ഹാവ് സ്ലീപ്പ്, ഐ ഹാവ് എ പുവർ സ്ലീപ്പ് പാറ്റേൺ. ഈ ഒരു ഇംബാലൻസ് തോന്നുന്നുണ്ട്. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹാപ്പിനെസ് ലെവൽ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്നു, എനിക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര മടിച്ചിയാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ മടിച്ചിയാവുന്നതല്ല, എൻ്റെ ബോഡി ഒന്നിനും സഹകരിക്കുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് എൻ്റെ കുഞ്ഞു വിരലിൻ്റെ ഇവിടം വരെ വേദന എടുക്കുന്നു. എവറി പാർട്ട് ഓഫ് മൈ ബോഡി ഈസ് ഇൻ പെയിൻ. I'm not able to do anything. I'm not able to do my daily course. I'm not able to be myself. ഞാനല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ പറയണം. ഇത് നിങ്ങൾ ഡോക്ടറിനോട് മാത്രമല്ല, ഇത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോടും നിങ്ങൾ പറയണം. പറയാതിരുന്നിട്ടൊരു കാര്യമില്ല. പറഞ്ഞാൽ മാത്രമേ അവർക്ക് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഹെൽപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഫീൽ മോർ ബാഡ്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഫീൽ ബാഡ്. ബട്ട് ദെൻ ഇഫ് യു ഡോണ്ട് ഗിവ് ദം എ ചാൻസ് ടു അണ്ടർസ്റ്റാൻഡ് യു, ഇൻ ദീസ് കേസസ് യു ഷുഡ് ടെൽ ദം. നിങ്ങൾ പറയാതെ നിങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഈ ഒരു കാര്യത്തിൽ പറയാതെ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ വിബി എടുത്ത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കാണ് അവന് മനസ്സിലായി തുടങ്ങിയത് പല കാര്യങ്ങളും. ഹി വാസ് ലൈക്ക്, ഓക്കെ എടി നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണേ, വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് യു, നിൻ്റെ റൊട്ടീൻ എന്താ ഇങ്ങനെ പോണേ. എടാ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ വിചാരിക്കുന്നിടത്ത് എൻ്റെ ബോഡി എത്തുന്നില്ല, ഞാൻ വിചാരിക്കുന്നിടത്ത് എൻ്റെ മൈൻഡ് എത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, ഹി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്. എന്നാലേ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ആരും അമാനുഷ്യരൊന്നും അല്ലാതെ മൈൻഡ് റീഡ് ചെയ്യാനിരിക്കുക എല്ലാവരും. നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അൺലെസ് യു സേ സോ, or else it should be God. And take a time of bliss, take a time for you, pray to God. ഇതിന് ഹീലിംഗ് ഇല്ല, ഇതിന് ക്യൂർ ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ഹീൽഡ് ആയിട്ടുള്ളവരെ എനിക്കറിയാം. ദാറ്റ് ഈസ് ഓൺലി ത്രൂ വൺ പ്ലേസ്. അപ്പോൾ ഈ 20-minute വീഡിയോ കണ്ട് ഇവിടം വരെ എത്തിയെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് like, share and subscribe to my channel, guys. And it's a goodbye from Shion Saji Music. Until the next video, it might be a Delhi vlog or something. We're going to Delhi with this fibromyalgia and migraine and a petty full of medicines that
പെട്ടി ഫുൾ ഓഫ് മെഡിസിൻസ് ദാറ്റ് ഗെറ്റ് മീ ക്രേസി, ഐ എം ഗോയിങ് ടു ഡൽഹി. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. കണ്ടറിഞ്ഞില്ലെങ്കിൽ അവർ കൊണ്ടറിയും.